നമസ്തേ നമസ്തേ സുഹൃത്തുക്കളെ, നമസ്തേ. ഓം നമഃശിവായ. ഇന്ന് ശിവരാത്രിയാണ്. ഇന്ന് ശിവരാത്രിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. മഹാകുംഭമേളയുടെ അവസാന ദിവസം 64 കോടി ജനങ്ങൾ വന്ന് ഓൾറെഡി സ്നാനം കഴിഞ്ഞ് പോയിരിക്കുന്നു. 64 കോടി ജനങ്ങൾ, അതായത് ലോക ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യയായ 120 കോടിയിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർ, 50% കൂടുതൽ ആൾക്കാർ ഓൾറെഡി മഹാകുംഭമേളയിൽ എത്തിക്കഴിഞ്ഞു. ഇന്നിവിടെ ആകുമ്പം അതൊരു 2 കോടി, ഒരു 67 കോടി ജനങ്ങളിലേക്ക് അത് എത്തുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെത്തിയ മഹാകുംഭമേളയുടെ അവസാന ദിവസം കൂടാതെ ശിവരാത്രി. ഇന്ന് നമുക്ക് എല്ലാ ഗ്രഹങ്ങളെയും, സൂര്യന് ചുറ്റും കറങ്ങുന്ന എല്ലാ ഗ്രഹങ്ങളെയും ഇന്ന് രാത്രിയിൽ നമുക്ക് കാണാൻ കഴിയും. കുറേ എണ്ണത്തിൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം, കുറേ എണ്ണം മൈക്രോസ്കോപ്പിൽ കൂടെ കാണാം, നമുക്ക് ഇന്നലെ ടെലസ്കോപ്പിൽ കൂടെ കാണാം, അങ്ങനെ ഇന്നെല്ലാം കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ ഗ്രഹങ്ങളെയും കാണാൻ കഴിയുന്ന ദിവസം മഹാശിവരാത്രി, മഹാകുംഭമേളയുടെ അവസാന ദിവസം. ഇന്ന് രാത്രി അതുകൊണ്ട് വളരെ വളരെ പ്രസക്തമായ ഒരു രാത്രിയാണ് ഇന്നത്തെ മഹാശിവരാത്രിയുടെ പ്രസക്തി. പല പുരാണങ്ങളിലും പലതും പറയുന്നുണ്ട്. ചിലർ ശിവപാർവതിയുടെ കല്യാണ ദിവസമാണെന്ന് പറയുന്നു. പിന്നെ ശിവൻ്റെ നാട്യത്തിൻ്റെ നടനത്തിൻ്റെ ദിവസമാണെന്ന് പറയുന്നു. അങ്ങനെ പലതും പറയുന്നുണ്ട്. കാളകൂട വിഷം കഴിച്ച ദിവസമാണെന്ന് പറയുന്നു. അതിനേക്കാളൊക്കെ പ്രസക്തമായ ഒരു ദിവസം എന്ന് പറയുന്നത് ശിവൻ എന്ന് പറയുന്ന ആ ഒരു ദൈവികതയുടെ ഒരു പ്രത്യേകത. ഒരു ഭാര്യാസങ്കല്പം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക സങ്കല്പമാണ് ശിവൻ്റെത്. ഒരു കാമുകി എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നത് കൃഷ്ണൻ രാധയുമാണ്. പക്ഷേ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ശിവൻ. ഉത്തമമായ ഉദാഹരണം. തൻ്റെ ശരീരത്തിൻ്റെ പകുതിയായി ഭാര്യയെ കാണുന്ന വേറൊരു സങ്കല്പവും നമുക്കില്ല. വേറെ ഒരു സങ്കല്പം ഈ ലോകത്ത് തന്നെ ഇല്ല. അത്രയും ഭംഗിയായി ഭാര്യയെ കൂടെ തൻ്റെ ശരീരത്തിൻ്റെ പകുതിയായി, അല്ലെങ്കിൽ തൻ്റെ ആത്മാവിൻ്റെ പകുതിയായി കാണാൻ കഴിയുന്ന ഒരു സങ്കല്പവും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. ആ ഒരു സങ്കല്പത്തിൻ്റെ, ഭാര്യാഭർത്തൃ സങ്കല്പത്തിൻ്റെ ഏറ്റവും മൂർത്തിമത്തായ ഭാവമാണ് ശിവപാർവതി ബന്ധം. ആ ശിവപാർവതി ബന്ധം തുടങ്ങിയ ദിവസമായിട്ടാണ് നമ്മളിന്ന് ശിവരാത്രിയെ കാണുന്നത്. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ ആഴം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഭാര്യാഭർത്തൃ ബന്ധം ഏറ്റവും നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. കാരണം പലതുമുണ്ട്, പല കാരണങ്ങളുണ്ട്. ശിവനും ഒരു കളതരമുണ്ട്, ഗംഗയെ മുടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും സ്വന്തം ഭാര്യയെ സ്വന്തം ആത്മാവിൻ്റെയും അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൻ്റെയും പകുതിയായി കാണാൻ കഴിയുന്നതിനപ്പുറമായിട്ട് ഒരു അമൂർത്തമായ ഒരു ബന്ധവും ലോകത്തില്ല. അത്രയും അമൂർത്തമായ ഒരു ബന്ധത്തിന് നിലനിൽപ്പുള്ളൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ബന്ധങ്ങളേ ഇല്ല. ഒരു കാമുകിയെ കണ്ടു കഴിഞ്ഞാൽ ഭാര്യയെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെയല്ല ശിവൻ ചെയ്തിരിക്കുന്നത്. സ്വന്തം ഭാര്യയെ സ്വന്തം ആത്മാവിൻ്റെ, സ്വന്തം ശരീരത്തിൻ്റെ പകുതിയായി കാണാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് ആ ഭാര്യയെ സ്വീകരിച്ചത്. പാർവതി അങ്ങനെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു നിർഗുണനായ ഒരു മനുഷ്യൻ സ്വന്തം മനുഷ്യനല്ല, ദൈവമാണ്. സ്വന്തം ശരീരത്തിൻ്റെ പകുതിയായി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഭാര്യമാരെ കാണേണ്ടത് എന്നതിനുള്ളതിൽ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ശിവപാർവതി ബന്ധം. അപ്പോൾ ആ ശിവപാർവതി ബന്ധത്തിൻ്റെ പ്രസക്തിയാണ് ശിവരാത്രിയുടെ പ്രസക്തി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ശിവരാത്രി ആഘോഷിക്കണം. ശിവരാത്രിയിൽ വേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. ഒന്ന് വളരെ സിമ്പിളാണ്. വളരെ നല്ല രീതിയിൽ ശിവനെ പ്രാർത്ഥിക്കുക, പാർവതിയെ പ്രാർത്ഥിക്കുക, ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുക. പിന്നെ കഴിയുമെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുക. ഫാസ്റ്റിംഗ് ചെയ്താൽ അത്രയും നല്ലത്. ഈ രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് ശിവപാർവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആ ഒരു മൗലിക, അതല്ലെങ്കിൽ ആ ഒരു ആത്മീയത നിലനിർത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസിക്കുന്നു. ശിവപാർവതി ബന്ധം പോലെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ തുടരാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ. കാമുകിമാരെ തേടി പോകുന്നവരുണ്ട്, ഒരുപാട് കാമുകിമാരുണ്ട്. കാമുകിമാരെ കൂടെ നിർത്തുമ്പോഴും പലരും ചെയ്യുന്നത് ഭാര്യയെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഭാര്യയെ മാറ്റി നിർത്തുക എന്നുള്ളൊരു കാര്യമാണ്. ഭാര്യയെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടാൻ കഴിയട്ടെ. കാമുകിമാരുടെ എണ്ണം എത്രയായാലും ഭാര്യയെ കൂടെ നിങ്ങളുടെ പകുതിയായി കാണാനും ആത്മീയതയിൽ അതിനെ നിലനിർത്താനും കഴിയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഏറ്റവും അമൂർത്തമായ ഒരു ഉദാഹരണമാണ് ശിവപാർവതി ബന്ധം. ആ ഒരു ദിവസം നമുക്ക് ഭാര്യാഭർത്താവ് ബന്ധത്തിന് വേണ്ടിയെങ്കിലും ആ ഒരു ദിവസം നമുക്ക് ഇന്ന് ഉറങ്ങാതെ ഇരിക്കുന്നത് കൂടാതെ കഴിയുമെങ്കിൽ നിരാഹാരത്തിലൂടെ ആ ഒരു ദിവസം ധന്യമാക്കി തീർക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഓം നമഃശിവായ. ഓം നമഃശിവായ. ഓം നമഃശിവായ.